Hi students, today we are discussing some problems related to subgroups. Then the first question is, a non-empty finite subset H of a group G is closed under the binary composition of G is a subgroup of G. അതായത് G എന്ന് പറയുന്നൊരു ഗ്രൂപ്പ് ഉണ്ട്, ദെൻ അതിൻ്റെ ഒരു നോൺ എംറ്റി ഫൈനൈറ്റ് സബ്സെറ്റ് ആണ് എച്ച്. എച്ച് എന്ന് പറയുന്ന നോൺ എംറ്റി ഫൈനൈറ്റ് സബ്സെറ്റ് ആണ്. ദെൻ അണ്ടർ ദ ബൈനറി കോമ്പോസിഷൻ ഓഫ് ജി, എച്ച് ഈസ് ക്ലോസ്ഡ് അണ്ടർ ദ ബൈനറി കോമ്പോസിഷൻ ജി എന്ന് പറഞ്ഞാൽ എന്താ, എച്ചിലെ രണ്ട് എലമെൻറ്റ്സ് എടുത്ത് ഏത് ബൈനറി കോമ്പോസിഷനാണ് ആ കോമ്പോസിഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ എലമെൻറ്റ് എവിടെ ഉണ്ടാവും, എച്ചിലും ഉണ്ടാവും. ദെൻ വി വാണ്ട് ടു പ്രൂവ് ദാറ്റ് എച്ച് ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ജി. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കേസ്. ദെൻ നമ്മൾ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മളൊരു ഗ്രൂപ്പ് എടുത്തു. ലെറ്റ് ജി ബി എ ഗ്രൂപ്പ് ആൻഡ് എച്ച് ബി എ നോൺ എംറ്റി ഫൈനൈറ്റ് സബ്സെറ്റ് ഓഫ് ജി സച്ച് ദാറ്റ് എന്ത് തന്നിട്ടുണ്ട് കണ്ടീഷൻ, വിച്ച് ഈസ് ക്ലോസ്ഡ് അണ്ടർ ദ ബൈനറി കോമ്പോസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പം എന്ത് വരും, എ ബിലോങ്സ് ടു എച്ച്, ബി ബിലോങ്സ് ടു എച്ച് ഇംപ്ലൈസ് എ ബി ബിലോങ്സ് ടു എച്ച്. ദെൻ അവിടെ ഒരു കണ്ടീഷനോട് പറഞ്ഞിട്ടുണ്ടല്ലോ, എച്ച് ഈസ് എ ഫൈനൈറ്റ് നോൺ എംറ്റി സബ്സെറ്റ് ഓഫ് ജി എന്ന്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യാണ് എച്ചിലെ ഫൈനൈറ്റ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് എം ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. ദെൻ മോഡുലസ് ഓഫ് എച്ച് ഈക്വൽ ടു നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എച്ച് ഈക്വൽ ടു എം എന്ന് കിട്ടും. ദെൻ നമുക്ക് ഏത് പ്രോപ്പർട്ടി ഉണ്ട്, വി ഹാവ് എ ബിലോങ്സ് ടു എച്ച്, ബി ബിലോങ്സ് ടു എച്ച് ഇംപ്ലൈസ് എ ബി ബിലോങ്സ് ടു എച്ച് എന്നുള്ള കണ്ടീഷൻ ഉണ്ടല്ലോ. ഞാൻ ബി ഈക്വൽ ടു എ എന്ന് തന്നെ ചൂസ് ചെയ്യണം. എ ബിലോങ്സ് ടു എച്ച്, എ ബിലോങ്സ് ടു എച്ച് എടുത്തു കഴിഞ്ഞാൽ എ സ്റ്റാർ എ വരുമല്ലോ, ദാറ്റ്സ് ഈക്വൽ ടു എ സ്ക്വയർ ബിലോങ്സ് ടു എച്ച്. Then a square belongs to h, a belongs to h. രണ്ട് എലമെൻറ്റ്സ് എടുത്തു, അത് രണ്ടുകൂടെ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, എ ക്യൂ ബിലോങ്സ് ടു എച്ച്. സിമിലർലി വി ക്യാൻ പ്രൂവ് ദാറ്റ് എ റൈസ് ടു 4 ബിലോങ്സ് ടു എച്ച്, എ റൈസ് ടു 5 ബിലോങ്സ് ടു എച്ച് എക്സെട്ര. Therefore a square a cube are all elements of h. എ എന്ന് പറയുന്ന എലമെൻറ്റ് ഉണ്ടെങ്കിൽ വി ക്യാൻ പ്രൂവ് ദാറ്റ് എ സ്ക്വയർ എ ക്യൂബ് എക്സെട്ര എല്ലാം എവിടെ ഉണ്ടെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും, എച്ചിലുണ്ടെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. ദിസ് ഷോസ് ദാറ്റ് ഓൾ ദ പോസിറ്റീവ് ഇൻ്റഗ്രൽ പവേഴ്സ് ഓഫ് എ, എയുടെ പോസിറ്റീവ് ഇൻ്റഗ്രൽ പവേഴ്സ് എല്ലാം എവിടെയുണ്ട്, ആർ എലമെൻറ്റ്സ് ഓഫ് എച്ച്, എച്ചിലുണ്ടെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ആൻഡ് ദേ ആർ ഇൻഫൈനൈറ്റ് ഇൻ നമ്പർ. ഇൻ്റഗ്രൽ പവേഴ്സ് എന്നല്ലേ പറയുന്നത്. അപ്പോൾ ഇൻ്റഗ്രൽ പവേഴ്സ് എന്ന് പറയുന്നത് എ റൈസ് ടു 1, എ റൈസ് ടു 2, എ റൈസ് ടു 3 എക്സെട്ര എന്ന് പറഞ്ഞങ്ങ് പോവുകയാണ് അല്ലേ. ഇൻഫൈനൈറ്റ് ഇൻ നമ്പറാണ്. ബട്ട് എച്ച് ഏത് ടൈപ്പ് ഗ്രൂപ്പ് സെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഫൈനൈറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ബട്ട് എച്ച് ബീയിങ് എ ഫൈനൈറ്റ് സെറ്റ്, ദിസ് ഈസ് പോസിബിൾ ഓൺലി ഇഫ് സം ഓഫ് ദിസ് ഇൻ്റഗ്രൽ പവേഴ്സ് വിൽ ബി റിപ്പീറ്റഡ്. അതായത് ഇൻ്റഗ്രൽ പവേഴ്സിലെ ഈ എ സ്ക്വയർ എ ക്യൂബ് എക്സെട്ര എന്ന് പറഞ്ഞ് കിടക്കുന്ന ഇൻ്റഗ്രൽ പവേഴ്സ് കുറച്ച് കഴിയുമ്പോൾ ഏതെങ്കിലുമൊക്കെ വാല്യൂസ് തമ്മിൽ റിപ്പീറ്റ് ചെയ്ത് വന്നാൽ മാത്രമേ ഇത് പോസിബിൾ ആയിട്ടുള്ളൂ അല്ലേ. അല്ലെങ്കിൽ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് അല്ലേ അതിനകത്ത് വരുന്നത് ഇൻ്റഗ്രൽ പവേഴ്സ് എന്ന് പറയുമ്പോൾ. പക്ഷേ എച്ചിൽ ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സേ ഉള്ളൂ. അതുകൊണ്ട് സം ഓഫ് ദി ഇൻ്റഗ്രൽ പവേഴ്സ് വിൽ ബി റിപ്പീറ്റഡ് കണ്ടീഷൻ കിട്ടി. ദെൻ ദെയർ എക്സിസ്റ്റ് ഇൻറ്റീജേഴ്സ്. നമ്മൾ രണ്ട് ഇൻറ്റീജേഴ്സ് എടുക്കുകയാണ്, ആറും എസും. ആർ ആൻഡ് എസ് വെയർ ആർ ഗ്രേറ്റർ ദാൻ എസ് ഗ്രേറ്റർ ദാൻ 0. നമ്മുടെ കണ്ടീഷൻ എടുത്തിരിക്കുന്നത് രണ്ട് ഇൻറ്റീജേഴ്സ് ആണ്, ആർ ഇസ് ഗ്രേറ്റർ ദാൻ എസ് ആൻഡ് ഇറ്റ് ഈസ് എ പോസിറ്റീവ് ഇൻറ്റീജർ എന്നുള്ള കണ്ടീഷനോട് എടുത്തിട്ടുണ്ട്. ദെൻ എ ആർ ഈക്വൽ ടു എ റൈസ് ടു ആർ ഈക്വൽ ടു എ റൈസ് ടു എസ്. ലെറ്റ് ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 1. അതായത് ഏതെങ്കിലുമൊക്കെ ഇൻ്റഗ്രൽ പവേഴ്സ് തമ്മിൽ ഈക്വൽ ആവുന്നുള്ള കണ്ടീഷനിൽ നിന്ന് നമ്മളത് ചൂസ് ചെയ്തു. നൗ എ റൈസ് ടു എസ് എച്ചിലുണ്ടെങ്കിൽ, എയുടെ എസ്ത് പവർ എച്ചിലുണ്ടെങ്കിൽ എ റൈസ് ടു എസ് എവിടെ ഉണ്ടാവും, ഒബ്വിയസ്ലി ജിയിലുണ്ടാവും. കാരണം എന്താ, എച്ച് ഈസ് എ സബ്സെറ്റ് ഓഫ് ജി ആണ്. ദെൻ ജി ഗ്രൂപ്പ് ആയതുകൊണ്ട് എന്ത് ചെയ്യും, എ റൈസ് ടു എസിൻ്റെ ഇൻവേഴ്സ് അതായത് എ റൈസ് ടു മൈനസ് എസ് എവിടെ ഉണ്ടാവും, ജിയിലുണ്ടാവും, ജി ഗ്രൂപ്പ് ആയതുകൊണ്ട്. ദെൻ ഞാൻ നമ്മുടെ ഇക്വേഷൻ നമ്പർ 1 എ റൈസ് ടു ആർ ഈക്വൽ ടു എ റൈസ് ടു എസ് എന്നുള്ള ഇക്വേഷനെ പോസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യണം. രണ്ടിൻ്റെയും റൈറ്റ് സൈഡിൽ എ റൈസ് ടു മൈനസ് എസ് കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യണം. പോസ്റ്റ് ഓപ്പറേറ്റിംഗ് ബോത്ത് സൈഡ്സ് ഓഫ് ഇക്വേഷൻ 1 ബൈ എ റൈസ് ടു മൈനസ് എസ്. ദെൻ എന്ത് കിട്ടും, ലെഫ്റ്റ് സൈഡിൽ കിട്ടുന്നത് എ റൈസ് ടു ആർ മൈനസ് എസ് ഈക്വൽ ടു, റൈറ്റ് സൈഡിൽ കിട്ടുന്നത് എ റൈസ് ടു എസ് മൈനസ് എസ് കിട്ടും. ദാറ്റ് ഈസ് എ റൈസ് ടു 0 ദാറ്റ്സ് ഈക്വൽ ടു ഇ എന്ന് കിട്ടും അല്ലേ. അപ്പം ലെറ്റ് ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 2. സിൻസ് ആർ ഗ്രേറ്റർ ദാൻ എസ്, ആർ ഗ്രേറ്റർ ദാൻ എസ് എന്നുള്ള കണ്ടീഷൻ എടുത്തിട്ടുണ്ടല്ലോ, അപ്പം ആർ മൈനസ് എസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, പോസിറ്റീവ് ഇൻറ്റീജർ ആയിരിക്കും. അപ്പോൾ എ റൈസ് ടു ആർ മൈനസ് എസ് എവിടുത്തെ എലമെൻ്റ് ആയിരിക്കും, ഇപ്പം എച്ചിലെ എലമെൻ്റ് ആയിരിക്കും, റൈറ്റ്. ദെൻ ദെയർഫോർ എ റൈസ് ടു 0 ഈക്വൽ ടു ഇ ബിലോങ്സ് ടു എച്ച്. അപ്പോൾ ഐഡൻറ്റിറ്റി എലമെൻറ്റ് എവിടെയുണ്ട്, എച്ചിലുണ്ടെന്ന് കിട്ടിയല്ലേ. അങ്ങനെയാണെങ്കിൽ എ ഇൻറ്റു എ റൈസ് ടു ആർ മൈനസ് എസ് മൈനസ് 1 എന്ത് വരും നോക്കി, എ ഇൻറ്റു എ റൈസ് ടു ആർ മൈനസ് എസ് മൈനസ് 1 ഈക്വൽ ടു എന്ത് കിട്ടും, -1ഉം എയും കൂടെ ക്യാൻസൽ ആയി പോയിട്ട് എ റൈസ് ടു ആർ മൈനസ് എസ് ഈക്വൽ ടു എന്താണെന്ന് കിട്ടി, നമ്മുടെ ഇക്വേഷൻ നമ്പർ 2 എ റൈസ് ടു ആർ മൈനസ് എസ് എന്താണ്, എ റൈസ് ടു 0 ദാറ്റ്സ് ഈക്വൽ ടു ഇ എന്ന് കിട്ടും. അതായത് എയുടെ ഇൻവേഴ്സ് ഏതാ, a raised to r minus s minus 1 is the inverse of a.
Since r greater than s greater than 0, we have r minus s minus 1 greater than or equal to 0. A raised to r minus s minus 1 belongs to h. Thus, we have എന്ത് കിട്ടി? എ എന്ന് പറയുന്നൊരു എലമെൻറ്റ് എച്ചിലുണ്ടെങ്കിൽ അതിൻ്റെ ഇൻവേഴ്സ് എവിടെ ഉണ്ടാവും? എച്ചിലുണ്ടെന്ന് കിട്ടി. എയുടെ ഇൻവേഴ്സ് ഏതാണ്? എ റൈസ് ടു ആർ മൈനസ് എസ് മൈനസ് 1 ഈസ് ദ ഇൻവേഴ്സ്. ദെയർഫോർ എച്ച് ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ജി. കാരണം എന്താ? നമുക്കറിയാം ബൈനറി കോമ്പോസിഷൻ, എച്ച് എന്ന് പറയുന്ന സബ്സെറ്റുമാണ്. ബൈനറി കോമ്പോസിഷനും ഇൻവേഴ്സും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എച്ച് എന്തായിരിക്കും? സബ് ഗ്രൂപ്പ് ആയിരിക്കും എന്നുള്ള റിസൾട്ട് നമുക്കറിയാം അല്ലേ? അപ്പോൾ ആ റിസൾട്ട് വെച്ചിട്ട് വി ക്യാൻ പ്രൂവ് ദാറ്റ് എച്ച് ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ജി. ക്ലിയർ ആണല്ലോ? ദെൻ നെക്സ്റ്റ് പ്രോബ്ലം ഇതാണ്. ഫോർ എനി ഗ്രൂപ്പ് ജി ഷോ ദാറ്റ് ദ സബ്സെറ്റ് എച്ച് ഡിഫൈൻഡ് ബൈ എച്ച് ഈക്വൽ ടു ദ സെറ്റ് ഓഫ് എക്സ്, ദ കളക്ഷൻ ഓഫ് എക്സ്. ദെൻ എക്സിൻ്റെ കണ്ടീഷൻ ഇതാണ്, എക്സ് ബിലോങ്സ് ടു ജി. എക്സ് എന്ന് പറയുന്നത് ജിയിലെ എലമെൻ്റ് ആയിരിക്കും. ആൻഡ് എ എക്സ് ഈക്വൽ ടു എക്സ് എ ഫോർ ഓൾ എ ബിലോങ്സ് ടു ജി ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ജി. അപ്പോൾ എച്ചിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞത് എച്ചിലെ എലമെൻസിൻ്റെ എല്ലാം പ്രത്യേകത ഇതാണ്, ആ എലമെൻറ്റ്സ് എല്ലാം എവിടെ ഉണ്ടാവും? ജിയിലുണ്ടാവും. അതുപോലെ എക്സുകളുടെ കളക്ഷൻ അല്ലെങ്കിൽ ആ എക്സിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ജിയിലെ ഏത് എലമെൻ്റ് എടുത്താലും ആ എലമെൻറ്റുമായിട്ട് എ എക്സ് ഈക്വൽ ടു എക്സ് എ എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിരിക്കും. ദെൻ വി വാണ്ട് ടു പ്രൂവ് ദാറ്റ് എച്ച് ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ജി. എച്ച് ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ജി എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് എന്ത് ചെയ്താൽ മതി? ബൈനറി കോമ്പോസിഷൻ ആണെന്നും, അതായത് എക്സ് ബിലോങ്സ് ടു എച്ച്, വൈ ബിലോങ്സ് ടു എച്ച് ഇംപ്ലൈസ് എക്സ് വൈ ബിലോങ്സ് ടു എച്ച് എന്നും, അതുപോലെ തന്നെ എക്സ് ബിലോങ്സ് ടു എച്ച് ആണെങ്കിൽ എക്സ് ഇൻവേഴ്സ് ബിലോങ്സ് ടു എച്ച് എന്നും പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ എച്ച് ഈസ് എ സബ് ഗ്രൂപ്പ് എന്ന് വിളിക്കാമല്ലോ. ദെൻ വി ഹാവ് എച്ച് ഈക്വൽ ടു, നമ്മളെ സെറ്റിന് ഡിഫൈൻ ചെയ്യണേ, set of all x belongs to G and x equal to xa for all a belongs to G. From the definition, it is clear that H is a subset of G. നോക്കിയേ, H equal to the set of all x ആണല്ലേ? അപ്പം ഏത് x എടുത്താലും ആ x എവിടെയുണ്ടെന്ന് പറയുന്നുണ്ട്? ജിയിലുണ്ടെന്ന് പറയുന്നുണ്ട്. Obviously, H is a subset of G. Then to prove H is a subgroup of H is a subgroup of G. അതല്ലേ നമുക്ക് പ്രൂവ് ചെയ്യണ്ടേ? അപ്പം ഞാൻ ഫസ്റ്റ് ചൂസ് ചെയ്യണം. ലെറ്റ് എക്സ് വൈ ബിലോങ്സ് ടു എച്ച്. എക്സ് ബിലോങ്സ് ടു എച്ച് ആണെങ്കിൽ എന്ത് കണ്ടീഷൻ വരും? എക്സ് ബിലോങ്സ് ടു എച്ച് ആണെങ്കിൽ എ എക്സ് ഈക്വൽ ടു എക്സ് എ, ആൻഡ് വൈ ബിലോങ്സ് ടു എച്ച് ആണെങ്കിൽ എ വൈ ഈക്വൽ ടു വൈ എ ഫോർ ഓൾ എ ബിലോങ്സ് ടു എച്ച്. ദെൻ വി വാണ്ട് ടു പ്രൂവ് ദാറ്റ് എക്സ് വൈ ബിലോങ്സ് ടു എച്ച് അല്ലേ? എക്സും വൈയും എച്ചിലുണ്ടെങ്കിൽ എക്സ് വൈ എവിടെയുണ്ടെന്ന് പ്രൂവ് ചെയ്യണം? എച്ചിലുണ്ടെന്ന് പ്രൂവ് ചെയ്യണം. ദെൻ നമ്മൾ ചൂസ് ചെയ്യാണ് എ ഇൻറ്റു എക്സ് വൈ. അപ്പം നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താ? എക്സ് എന്ന് പറയുന്ന എലമെൻറ്റ് എച്ചിലുണ്ടെങ്കിൽ, നോക്കിയേ, എക്സ് എന്ന് പറയുന്ന എലമെൻറ്റ് എച്ചിലുണ്ടെങ്കിൽ എ എക്സ് ഈക്വൽ ടു എക്സ് എ ആണ് അല്ലേ? അപ്പം അതേപോലെ എക്സ് വൈ എന്ന് പറയുന്ന എലമെൻറ്റ് എച്ചിലുണ്ടെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യാം? എ എക്സ് വൈ ഈക്വൽ ടു എക്സ് വൈ ഇൻറ്റു എ എന്ന് പ്രൂവ് ചെയ്താൽ പോരെ? അപ്പം നമ്മൾ എ എക്സ് വൈ എടുക്കുകയാണേ, എ എക്സ് വൈ ഈക്വൽ ടു എന്ത് കിട്ടും? ദാറ്റ്സ് ഈക്വൽ ടു എ എക്സ് വൈ എന്ന് എഴുതാലോ. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്ക് എന്തെഴുതാം? എ എക്സ് വൈ എന്ന് എഴുതാം. ഓക്കെ, ദെൻ എക്സ് വൈ ജി, എക്സും വൈയും എയും എക്സും വൈയും ഒക്കെ എവിടെയുള്ള എലമെൻസാണ്? ജിയിലുള്ള എലമെൻസാണ്. അപ്പോൾ നമുക്ക് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി യൂസ് ചെയ്യാം. ദെൻ അടുത്തത് നമുക്ക് കണ്ടീഷനുണ്ട്, എ എക്സ് ഈക്വൽ ടു എന്താണെന്നുണ്ട്? എക്സ് എ എന്നുള്ള കണ്ടീഷനുണ്ട് അല്ലേ? അപ്പോൾ അവിടെ നിന്ന് ഞാൻ റിവേഴ്സ് ചെയ്തു, എക്സ് എ വൈ എന്ന് എഴുതി. ദാറ്റ്സ് ഈക്വൽ ടു, ദെൻ എഗെയിൻ ഞാൻ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി യൂസ് ചെയ്യണം, എക്സ് ഇൻറ്റു എ വൈ. ദാറ്റ്സ് ഈക്വൽ ടു എഗെയിൻ അടുത്ത പ്രോപ്പർട്ടി, എക്സ് ഇൻറ്റു എ വൈ ഈക്വൽ ടു വൈ എ അല്ലേ? അപ്പോൾ എക്സ് ഇൻറ്റു വൈ എ. ദാറ്റ്സ് ഈക്വൽ ടു എഗെയിൻ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി യൂസ് ചെയ്യുമ്പോൾ എന്ത് വരും? എക്സ് വൈ ഇൻറ്റു എ. നൗ വി ഗെറ്റ് എ ഇൻറ്റു എക്സ് വൈ ഈക്വൽ ടു എക്സ് വൈ ഇൻറ്റു എ. ദെയർഫോർ വാട്ട്സ് ദ കണ്ടീഷൻ? എക്സ് വൈ ബിലോങ്സ് ടു, എക്സ് വൈ ഇപ്പോൾ എവിടെയുണ്ട്? എച്ചിലുണ്ടെന്ന് നമുക്ക് കിട്ടി, റൈറ്റ്? നൗ ചൂസ് എക്സ് ബിലോങ്സ് ടു എച്ച്. ഇനി എന്ത് ചെയ്യണം? എക്സിൻ്റെ ഇൻവേഴ്സ് ഉണ്ടെന്ന് കാണിക്കണം അല്ലേ? എച്ച് ഈസ് എ സബ്സെറ്റ് ഓഫ് ജി ആണല്ലോ. ദെൻ എക്സ് ബിലോങ്സ് ടു ജി ആണെങ്കിൽ എക്സ് ഇൻവേഴ്സ് എവിടെ ഉണ്ടാവും? ജി സബ് ഗ്രൂപ്പ് ആയതുകൊണ്ട്, ജി ഗ്രൂപ്പ് ആയതുകൊണ്ട് എക്സ് ജിയിലുണ്ടെങ്കിൽ എക്സ് ഇൻവേഴ്സ് എവിടെ ഉണ്ടാവും? ജിയിലുണ്ടാവും. ദെൻ നമ്മൾ കണ്ടീഷൻ എടുക്കുകയാണ്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എക്സ് ബിലോങ്സ് ടു എച്ച് ആണെങ്കിൽ എക്സ് ഇൻവേഴ്സും എച്ചിലുണ്ടെന്ന് കാണിക്കണം. അപ്പോൾ എന്ത് പ്രൂവ് ചെയ്താൽ മതി? എ എക്സ് ഇൻവേഴ്സ് ഈക്വൽ ടു എക്സ് ഇൻവേഴ്സ് എന്ന് കാണിച്ചാൽ മതിയല്ലോ. ഓക്കെ, ദെൻ എക്സ് ബിലോങ്സ് ടു എച്ച് ആണെങ്കിൽ ദിസ് ഇംപ്ലൈസ് നമുക്ക് അവിടെ നിന്ന് ഒരു കണ്ടീഷൻ എഴുതാം, എ എക്സ് ഈക്വൽ ടു എക്സ് എ ഫോർ ഓൾ എ ബിലോങ്സ് ടു ജി. ദെൻ ഞാൻ ലെഫ്റ്റ് സൈഡിലും പ്രീ മൾട്ടിപ്ലൈയും പോസ്റ്റ് മൾട്ടിപ്ലൈയും ചെയ്യുകയാണ്. രണ്ട് സൈഡിലും ഞാൻ എക്സ് ഇൻവേഴ്സ് വെച്ചിട്ട് ഓപ്പറേറ്റ് ചെയ്യാണ്. ദെൻ എക്സ് ഇൻവേഴ്സ് എ എക്സ് ഈക്വൽ ടു എക്സ് ഇൻവേഴ്സ്, ദാറ്റ്സ് ഈക്വൽ ടു എക്സ് ഇൻവേഴ്സ് എക്സ് എ എക്സ് ഇൻവേഴ്സ് എന്ന് കിട്ടും. ദാറ്റ്സ് ഇംപ്ലൈസ്, ദെൻ ഞാൻ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി യൂസ് ചെയ്യാണ്. ഇവിടുത്തെ എക്സും എക്സ് ഇൻവേഴ്സിനെ കൂടെ കമ്പൈൻ ചെയ്യിച്ചു. ദെൻ ഇവിടെ ഫസ്റ്റിലുള്ള എക്സ് ഇൻവേഴ്സ് എക്സിനെ കമ്പൈൻ ചെയ്യിച്ചു. ദെൻ എക്സ് ഇൻവേഴ്സ് എ ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ് ഇൻവേഴ്സ് എന്താവും? ദറ്റ് ഈസ് ഇ. ദെൻ ഇ ഇൻറ്റു എ ഇൻറ്റു
x inverse into x എന്താവും e ആവും. ദാറ്റ് ഈസ് e into a into x inverse, which implies x inverse a equal to a into x inverse. അല്ലേ, എഴുതാമല്ലേ? ഈ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ സെയിം എലമെൻറ്റ് തന്നെയല്ലേ കിട്ടുന്നത്. ദെയർഫോർ വാട്ട്സ് എ കൺക്ലൂഷൻ? എക്സ് ഇൻവേഴ്സ് ബിലോങ്സ് ടു എച്ച്. അപ്പം ദെയർഫോർ കൺക്ലൂഷൻ കിട്ടി, എക്സ് ബിലോങ്സ് ടു എച്ച് ആണെങ്കിൽ എക്സ് ഇൻവേഴ്സ് എവിടെയുണ്ട്? എച്ചിലുണ്ടെന്ന് കിട്ടി. നൗ വി ഹാവ് ഇറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് എച്ച് ഈസ് എ സബ്സെറ്റ് ഓഫ് ജി സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എച്ച്, വൈ ബിലോങ്സ് ടു എച്ച്, ഇംപ്ലൈസ് എക്സ് വൈ ബിലോങ്സ് ടു എച്ച്. ആൻഡ് ഇപ്പം നമുക്ക് എന്ത് കിട്ടി? ഇൻവേഴ്സിൻ്റെ കണ്ടീഷനും കിട്ടി. ആൻഡ് എക്സ് ബിലോങ്സ് ടു എച്ച് ഇംപ്ലൈസ് എക്സ് ഇൻവേഴ്സ് ബിലോങ്സ് ടു എച്ച്. അപ്പം ക്ലോഷർ പ്രോപ്പർട്ടിയും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, അതുപോലെ എക്സിസ്റ്റൻസ് ഓഫ് ഇൻവേഴ്സും പ്രൂവ് ചെയ്യുന്നുണ്ട്. നമുക്ക് എന്ത് പറയാം? എച്ച് ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ജി. ഓക്കെ, ദെൻ നമ്മൾ അടുത്ത ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് സെൻറ്റർ ഓഫ് എ ഗ്രൂപ്പ് ജി. നമ്മൾ ജി എന്ന് പറയുന്നൊരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതിൻ്റെ സെൻറ്റർ എന്താണെന്നാണ് ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. സെൻറ്റർ ഓഫ് ജി ഈസ് ആക്ച്വലി എ സബ് ഗ്രൂപ്പാണ്. അതായത് നമ്മളിപ്പോൾ ഡിഫൈൻ ചെയ്ത സെയിം സാധനം തന്നെ കേട്ടോ. ഫോർ എനി ഗ്രൂപ്പ് ജി, ജി എന്ന് പറയുന്നൊരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ എച്ച് ഈക്വൽ ടു ദ സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു ജി ആൻഡ് എക്സ് ഈക്വൽ ടു എക്സ് ഫോർ ഓൾ എ ബിലോങ്സ് ടു ജി. എയിലെ ഏത് എലമെൻ്റ് എടുത്താലും അതുമായിട്ട് കമ്മ്യൂട്ട് ചെയ്യുന്ന എക്സുകളുടെ കളക്ഷനെയാണ് എന്ത് വിളിക്കുക? എച്ച് എന്ന് പറയുക. ദെൻ എച്ച് ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ജി. നമ്മളിപ്പോൾ പ്രൂവ് ചെയ്ത കേസ്. ആൻഡ് ഈസ് കോൾഡ്, ഈ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് സെൻറ്റർ ഓഫ് ജി. ആൻഡ് ഈസ് യൂഷ്വലി ഡിനോട്ടഡ് ബൈ ഇസഡ് ഓഫ് ജി. ദ സെൻറ്റർ ഓഫ് ജി ഈസ് ഡിനോട്ടഡ് ബൈ ഇസഡ് ഓഫ് ജി. ദറ്റ് ഈസ് set of g equal to the set of all x, x belongs to g, and xa equal to ax for all a belongs to g ആവുന്ന എലമെൻസിൻ്റെ കളക്ഷനുള്ള ആ സെറ്റിനെ വിളിക്കുന്ന പേരാണ് ഇസഡ് ഓഫ് ജി. ഇസഡ് ഓഫ് ജി ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ജി. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.